അമേരിക്കയെ മറ്റ് കോൺഗ്രസ് പ്രധാനമന്ത്രിമാർ നമ്മുടെ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി ഇവരൊന്നും പേടിച്ചിട്ടേ ഇല്ല. ആ കാലത്ത് ഇങ്ങനെയൊന്നും സംഭവിച്ചിരുന്നില്ല എന്നൊക്കെയാണ്. അങ്ങോട്ടാണ് ചൈന ആക്രമിച്ചപ്പോൾ ആരാണ് അമേരിക്കയുടെ കാല് പിടിച്ചത്? ഈ ജവഹർലാൽ നെഹ്റു. ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. 38,000 സ്ക്വയർ കിലോമീറ്റർ ചൈന ചുമ്മാ ഇങ്ങ് കയറി വന്നു. പാറപ്പുറത്തിന്റെ മനസ്സുകൊണ്ടൊരു മടക്കയാത്ര എന്നൊരു നോവലുണ്ട്. സംഭവം നോവലാണ്, വളരെ രസകരമായ നോവലാണ്. ബട്ട് അതിൽ ഈ ഭാരതത്തിന്റെ ഈ മടക്കയാത്രയുണ്ട്. മനസ്സുകൊണ്ടൊരു മടക്കയാത്ര, അതിനകത്തെ ഒരു കഥാപാത്രം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നതാണ്. ബട്ട് ആ മടക്കയാത്ര എന്നുള്ള പ്രയോഗം ഭാരതം ചൈനയോട് തോറ്റ് മടങ്ങി യാത്ര ചെയ്യുമ്പോഴുള്ള സംഭവങ്ങളാണ് ഉടനീളം ആ നോവല്. ആ മടക്കയാത്രയിൽ സംഭവിച്ച വൈകാരികമായ ഒരുപാട് കാര്യങ്ങൾ, ചൈനയുടെ പക്ഷത്തേക്ക് ചേർന്നവർ, ഇതെല്ലാം പാറപ്പുറത്ത് ആ നോവലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ചൈനയുടെ കസ്റ്റഡിയിൽ പോയിട്ട് 20 ദിവസം കഴിഞ്ഞ് ചൈന കൊണ്ടുവന്ന് റിലീസ് ചെയ്യുന്ന ആള്, അയാളുടെ ബിഹേവിയർ മാറുന്നത്, അത് ഇന്ത്യ തിരിച്ചറിയുന്നത്, ഇതെല്ലാം ആ നോവലിലുണ്ട്. ചൈന ഏകപക്ഷീയമായിട്ട് വെടിനിർത്തുകയായിരുന്നു, മനസ്സിലായി? അല്ലാതെ ആരെങ്കിലും ഇടപെട്ടിട്ട് വെടിനിർത്തിയതല്ല. ചൈന അവർക്ക് വേണ്ട സ്ഥലം മുഴുവൻ പിടിച്ചെടുത്തിട്ട് ഇനി ഞങ്ങൾ അടിക്കുന്നില്ലടാ, പേടിക്കണ്ട എന്ന് പറഞ്ഞ് ഇത്ര വലിയ നാണക്കേട്. ഒന്നാമത് ചൈനയുടെ കയ്യിൽ വലിയ ആയുധവും സംഗതിയൊന്നുമില്ല. ഇപ്പൊ കാണുന്ന ചൈനയൊന്നും അല്ല 62-ലെ ചൈന. പട്ടണിക്കാരാണ് അവര്. എന്നിട്ടാണ് നമ്മളെ അവർ ആക്രമിച്ചത്. നെഹ്റുവിന്റെ SOS കോളായിരുന്നു ജോൺ എഫ് കെന്നഡിക്ക്, എൻ്റെ പുനയേട്ടാ നമ്മളെ സഹായിക്കണം, എന്തിനാടാ അവനുമായിട്ട് അടികൂടാൻ പോയി, ഞാൻ പോയതല്ല, അവനെന്നെ ഓടിച്ചിട്ട് അടിക്കുകയാണെന്ന് പറഞ്ഞു. ഓടിച്ചിട്ട് അടിച്ചതാണ് നമ്മളെ. ഈ നാണക്കേട് മുഴുവൻ മാറ്റി വെച്ചിട്ട് നെഹ്റു പേടിച്ചില്ല, ഇന്ദിരാഗാന്ധി പേടിച്ചില്ല,